ട്രോളിംഗ് നിരോധനത്തെ തുടർന്ന് വറുതിയിലായ മത്സ്യത്തൊഴിലാളികൾക്കുള്ള വിവിധ സഹായങ്ങൾ നൽകുന്ന കാര്യത്തിൽ യു.ഡി.എഫ് സർക്കാർ ഗുരുതരമായ അലംഭാവമാണ് കാട്ടുന്നത്. ജൂൺ 10-നാണ് ഈ വർഷത്തെ ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വന്നത്. ലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളികളാണ് ഇതേ തുടർന്ന് പതിവ് പോലെ ദുരിതത്തിലായത്. പ്രജനനം നടക്കുന്ന വേളയിൽ മത്സ്യബന്ധനം നടത്തുന്നത് ഉൽപാദനത്തെ ബാധിക്കുമെന്നതിനാലാണ് ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കുന്നത്. 1988 മുതൽ ആരംഭിച്ച നിരോധനത്തിൽ ആദ്യകാലങ്ങളിൽ 47 ദിവസവും പിന്നീട് 2018 മുതൽ 52 ദിവസവുമാണ് നിയന്ത്രണം. യന്ത്രവൽകൃത മത്സ്യബന്ധന യാനങ്ങൾക്കാണ് പ്രധാനമായും നിരോധനമുള്ളത്. പരമ്പരാഗത മത്സ്യബന്ധന യാനങ്ങൾക്ക് ബാധകമല്ലെങ്കിലും ഈ വേളയിൽ ലഭ്യമായിരുന്ന മത്സ്യത്തിന്റെ തോത് കുറവായിരിക്കുമെന്നതിനാലും കാലാവസ്ഥാപരമായ പ്രശ്നങ്ങളാലും ഇവരെ സംബന്ധിച്ചും ഇത് വറുതിയുടെ നാളുകൾ തന്നെയാണ്. ഈ വർഷം മഴയുടെ അളവിൽ കുറവുണ്ടായിട്ടുണ്ട് എന്നത് മാത്രമാണ് പരമ്പരാഗത തൊഴിലാളികളെ സംബന്ധിച്ച് നേരിയ ആശ്വാസം. ട്രോളിംഗ് കാലയളവിൽ ജോലി നഷ്ടപ്പെടുന്ന യന്ത്രവൽകൃത മത്സ്യബന്ധന യാനങ്ങളിലെ മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും പീലിംഗ് തൊഴിലാളികൾക്കും വിവിധ ആനുകൂല്യങ്ങൾ നൽകി വരാറുണ്ടായിരുന്നു. ഇത്തവണ പക്ഷേ എല്ലാം വൈകിയിരിക്കുകയാണ്. ജൂൺ 10-ന് നിരോധനം ആരംഭിച്ചുവെങ്കിലും ആനുകൂല്യങ്ങൾ തൊഴിലാളികൾക്ക് ലഭ്യമായിട്ടില്ല. സൗജന്യ റേഷൻ, ധനസഹായം എന്നിങ്ങനെ ആനുകൂല്യങ്ങൾ നൽകുന്നതിനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ചോദ്യത്തിന് മറുപടിയായി സർക്കാർ പറഞ്ഞിരിക്കുന്നത്. നിരോധനം ആരംഭിച്ച ഒരു മാസമാകാറായിട്ടും ആനുകൂല്യങ്ങൾ നൽകിയിട്ടില്ലെന്ന കുറ്റസമ്മതമാണ് ഇതിലൂടെ സർക്കാർ നടത്തിയിരിക്കുന്നത്. എന്നു മാത്രമല്ല, സമാശ്വാസ പദ്ധതി പ്രകാരം നൽകുന്ന തുക സംബന്ധിച്ചും അവ്യക്തതകളുണ്ട്. മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള മത്സ്യ അനുബന്ധ തൊഴിലാളികൾക്ക് ഈ കാലയളവിൽ 4500 രൂപ നൽകിയിരുന്നത് കേന്ദ്ര സർക്കാർ വിഹിതം ഉയർത്തിയിട്ടില്ലെങ്കിലും LDF സർക്കാർ 6000 രൂപയായി ഉയർത്തിയിരുന്നതാണ്. എന്നാൽ 1500 രൂപ കേന്ദ്ര വിഹിതവും 1500 സംസ്ഥാന വിഹിതവും 1500 രൂപ ഗുണഭോക്തൃ വിഹിതവും ചേർത്ത് 4500 രൂപയാണ് നൽകുകയെന്നും അതിൽ 1500 രൂപ വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നുമാണ് കഴിഞ്ഞ ദിവസം വകുപ്പ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. 6000 രൂപയായി വർദ്ധിപ്പിച്ചത് നടപ്പിലാക്കില്ലെന്ന സൂചനയാണ് ഇതിലൂടെ ലഭിക്കുന്നത്. കേന്ദ്ര വിഹിതം ലഭിക്കാൻ കാലതാമസമുണ്ടായാലും അതും സംസ്ഥാന വിഹിതവും തൊഴിലാളി വിഹിതവും ചേർത്ത് ഒരുമിച്ച് നൽകുന്ന രീതിയാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. അതിനു പകരം തൊഴിലാളി വിഹിതം മാത്രം നൽകുമെന്ന് പറയുന്നതിനർത്ഥം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായം തൊഴിലാളികൾക്ക് ലഭിക്കില്ലെന്നാണ്. അനൌദ്യോഗിക കണക്കനുസരിച്ച് കടൽ ഉൾനാടൻ മത്സ്യബന്ധന മേഖലയിൽ 10 ലക്ഷത്തിലധികം പേർ തൊഴിലെടുക്കുന്നുണ്ടെങ്കിലും ക്ഷേമനിധിയിൽ ചേർന്നവർ ഇതിന്റെ 1/3 മാത്രമാണ്. അവർക്കുള്ള ആനുകൂല്യം പോലും നൽകുന്നതിന് കാലതാമസം വരുത്തിയിരിക്കുകയാണ് UDF സർക്കാർ. ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നെടുത്തിട്ടുള്ള വായ്പകളിന്മേൽ ഈ കാലയളവിൽ മൊറട്ടോറിയം ഉൾപ്പെടെ സാമ്പത്തിക ആശ്വാസം അനുവദിക്കാറുണ്ടായിരുന്നുവെങ്കിലും ഇത്തവണ അക്കാര്യത്തിൽ തീരുമാനം കൈക്കൊണ്ടിട്ടില്ലെന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. മത്സ്യമേഖലയോടും തൊഴിലാളികളോടുമുള്ള UDF സമീപനം എന്താണെന്ന് ജൂൺ 19-ന് ധനവകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ച ബജറ്റിലൂടെ തന്നെ വ്യക്തമായതാണ്. മത്സ്യബന്ധനം, ഹാർബർ എഞ്ചിനീയറിംഗ് മേഖലയ്ക്കുള്ള ബജറ്റ് വിഹിതം മുൻ സർക്കാർ ഫെബ്രുവരിയിൽ അവതരിപ്പിച്ച ബജറ്റിൽ നീക്കിവെച്ച 239.12 കോടി രൂപയിൽ നിന്ന് 200.93 കോടിയായി കുറയ്ക്കുകയാണ് ചെയ്തത്. തീരമേഖലയിൽ വൻ പദ്ധതികൾ പ്രഖ്യാപിച്ചപ്പോഴാണ് ഈ പിന്തിരിപ്പൻ സമീപനമെന്ന് തിരിച്ചറിയണം. 400 കോടിയിലധികം രൂപയാണ് സ്വകാര്യ സംരംഭകർക്ക് ഗുണം ചെയ്യുന്ന പദ്ധതികൾക്കായി ബജറ്റിൽ നീക്കിവച്ചിരിക്കുന്നത്. ഇതിലൂടെ മത്സ്യത്തൊഴിലാളികളെയും അവരുടെ കുടുംബങ്ങളെയും വേരോടെ പിഴുതെറിയുന്നതിനുള്ള സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത്. അതുതന്നെയാണ് പഞ്ഞമാസത്തിൽ തൊഴിലാളികളെ സഹായിക്കുന്നതിന് നിലവിലുണ്ടായിരുന്ന സഹായധനം കുറച്ചതിലൂടെയും സൗജന്യ റേഷൻ വിതരണം ചെയ്യുന്നതിലെ കാലതാമസത്തിലൂടെയും വീണ്ടും തെളിയുന്നത്. 10 ലക്ഷത്തിലധികം വരുന്ന തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളുമല്ല, അഡാനിമാരുടെയും ഖനന മുതലാളിമാരുടെയും താൽപര്യങ്ങളാണ് തങ്ങളുടെ പ്രഥമ പരിഗണനയെന്നും ഈ നിലപാടുകളിലൂടെ വ്യക്തമാകുന്നുണ്ട്. ട്രോളിംഗ് നിരോധനം പൂർത്തിയാകുന്നതിന് മുൻപെങ്കിലും സർക്കാർ സഭയിൽ പറഞ്ഞിരിക്കുന്ന തുച്ഛമായ ആനുകൂല്യങ്ങളെങ്കിലും നൽകുന്നതിനുള്ള കരുണ കാട്ടണം.